ജസ്റ്റിൻ ബീബർ ഒരു ബ്രാൻഡ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അപ്പൊ തന്നെ കള്ളൻ എന്നുള്ള ചീത്തപ്പേരും വീണു. ജസ്റ്റിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇറക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കാനിയെ വെസ്റ്റ് ആണ്. കാനിയെ വെസ്റ്റിന് അല്ലെങ്കിലും ഉള്ളതാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ഡയലോഗ് അടിക്കുന്ന പരിപാടി. പക്ഷെ ഇത്തവണ പുള്ളിക്കാരൻ പറഞ്ഞതിൽ കുറച്ച് കാര്യം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോളാം. പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റിൻ ബീബർ ഒരു ബ്രാൻഡ് റിലീസ് ചെയ്തു. ഇതിലൂടെ പുള്ളി ഹുഡീസ് വെക്കും, സൺഗ്ലാസസ് വെക്കും, ചെരുപ്പുകൾ വെക്കും, മനുഷ്യന്മാർക്ക് ഇടാൻ പറ്റുന്ന എന്തും പുള്ളി വെക്കും. അങ്ങനെ കുറച്ച് ചെരുപ്പ് വെക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. കാനിയെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തന്റെ ബ്രാൻഡ് ആയിട്ടുള്ള ഈസിയുടെ ഡിസൈൻസും കളർ പാലറ്റ്സും കോപ്പി അടിച്ചിട്ടാണ് ജസ്റ്റിൻ ബീബറും ടീംസും കൂടെ ഷൂസും ചെരുപ്പുകളൊക്കെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളത്. കാനി ഒരു ഭ്രാന്തനാണ്, അവൻ പറയുന്നതിനൊക്കെ ആരെങ്കിലും വില കൊടുക്കുമോ എന്ന് ചോദിച്ചവർ പോലും പറഞ്ഞു കാനി ഈസ് റൈറ്റ്. ജസ്റ്റിൻ ബീബറിന്റെ ബ്രാൻഡിന്റെ മിക്ക ഷൂകളും ഈസി ബ്രാൻഡിന്റെ കോപ്പി ആയിട്ട് തന്നെ നമുക്ക് തോന്നും. മാത്രമല്ല പലതിന്റെയും കളർ പാലറ്റ്സ് എന്ന് പറയുന്നത് ഈസിയുടെ റിലീസ് ആവാത്ത ഡിസൈൻസുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ളതാണ്. ഇനി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിൻ റഷ് ടൈലർ എന്ന് പറയുന്ന ഒരാളാണ് ജസ്റ്റിൻ ബീബറിന്റെ ക്രിയേറ്റീവ് ടീമിനെ ലീഡ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അഡിഡാസിലായിരുന്നു. ആ സമയത്ത് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്, പല ഡിസൈൻസിലും ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിരുന്നത് കാനിയെ വെസ്റ്റിന്റെ ഈസി ബ്രാൻഡിന്റെ ഷൂകളും ചെരുപ്പുകളൊക്കെ ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു കോയിൻസിഡൻസ് ആവാൻ ഒരു വഴിയില്ല. പിന്നെ കാനിയെ വെസ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, പുള്ളി പറയുന്നൊന്നും ഇപ്പൊ ആരും കേൾക്കുന്നുമില്ല, മൈൻഡ് ആക്കുന്നുമില്ല.